ബസ്സുകളുടെ മരണപ്പാച്ചിൽ. കഴിഞ്ഞ ദിവസവും കോഴിക്കോട് കുറ്റ്യാടി പേരാമ്പ്രയിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായി. ഈ മരണപ്പാച്ചിൽ ഒരു സാമൂഹ്യ വിപത്തായി കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതികരണവും അതേപോലെ നടപടികളും എടുക്കേണ്ട സമയം അതിക്രമിച്ചു. നമുക്ക് ഈ വിഷയം വിശദമായി ഒന്ന് പരിശോധിച്ചു നോക്കാം. ബസ്സുകളുടെ ജീവൻ എടുക്കുന്ന മരണപ്പാച്ചിൽ ഒരു സാമൂഹിക വിപത്ത് തന്നെയാണ്. കേരളത്തിലെ നിരത്തുകളിൽ, പ്രത്യേകിച്ച് നഗരങ്ങളിലും പ്രധാന പാതകളിലും സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും വലിയൊരു സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുന്നു. മരണപ്പാച്ചിൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പ്രവണത നിരവധി ആളുകളുടെ ജീവൻ അപഹരിക്കുകയും ഒട്ടനവധി പേരെ ജീവിതകാലം മുഴുവൻ ദുരിതത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപകടങ്ങളുടെ പ്രധാന കാരണങ്ങൾ: സമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ, പ്രത്യേകിച്ച് മറ്റു ബസ്സുകളുമായി മത്സരിച്ച് യാത്രക്കാരെ പിടിക്കാനായി ബസ്സുകൾ അമിത വേഗതയിൽ പായുന്നു. ഇത് പലപ്പോഴും ഡ്രൈവർമാരുടെ നിയന്ത്രണം തെറ്റിച്ച് അപകടങ്ങളിലേക്ക് നയിക്കുന്നു. മൊബൈൽ ഫോൺ ഉപയോഗം, അമിതമായ ആത്മവിശ്വാസം, മറ്റു വാഹനങ്ങളുമായുള്ള ശ്രദ്ധയില്ലാത്ത മത്സരങ്ങൾ എന്നിവ അശ്രദ്ധമായ ഡ്രൈവിംഗിന് കാരണമാകുന്നു. ട്രാഫിക് സിഗ്നലുകൾ തെറ്റിക്കുക, സീബ്ര ലൈനുകളിൽ കാൽനടയാത്രക്കാർക്ക് വഴി നൽകാതിരിക്കുക, അമിതമായി ഹോൺ മുഴക്കുക, അശാസ്ത്രീയമായ രീതിയിൽ ഓവർടേക്ക് ചെയ്യുക എന്നിവയെല്ലാം നിത്യസംഭവങ്ങളാണ്. പലപ്പോഴും മതിയായ പരിശീലനം ലഭിക്കാത്തവരും പരിചയസമ്പന്നരല്ലാത്തവരുമായ ഡ്രൈവർമാർ ബസ്സുകൾ ഓടിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. കണ്ടക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദവും അമിത വേഗതയ്ക്ക് കാരണമാകാറുണ്ട്. തിരക്കേറിയ സമയങ്ങളിൽ യാത്രക്കാരെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്നത് സുരക്ഷയെ സാരമായി ബാധിക്കുന്നു. സ്റ്റോപ്പുകളിൽ കൃത്യമായി നിർത്താതെ ആളുകളെ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നതും അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതും ഫിറ്റ്നസ് ഇല്ലാത്തതുമായ ബസ്സുകൾ നിരത്തിലിറക്കുന്നത് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അപകടങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. ഇതിന്റെ ദുരന്ത ഫലങ്ങൾ: ഈ മരണപ്പാച്ചിൽ നിരപരാധികളായ കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും മറ്റു വാഹനങ്ങളിലുള്ളവർക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. നിത്യേന എന്നോണം വാഹനാപകടങ്ങളിൽ പൊലിയുന്ന ജീവനുകൾ, അംഗവൈകല്യം സംഭവിക്കുന്നവർ, ആശുപത്രിയിലാവുന്നവർ, മാനസികമായി തളർന്നുപോകുന്ന കുടുംബങ്ങൾ, ഇതെല്ലാം ഈ മരണപ്പാച്ചിലിന്റെ ഭീകരമുഖങ്ങളാണ്. ഒരുപാട് കുടുംബങ്ങളുടെ ഏക ആശ്രയത്തെയാണ് പലപ്പോഴും ഇത്തരം അപകടങ്ങൾ കവർന്നെടുക്കുന്നത്. പരിഹാരമാർഗങ്ങൾ: കർശനമായ നിയമപാലനം. ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണം. പിഴകൾ വർദ്ധിപ്പിക്കുക, ലൈസൻസ് റദ്ദാക്കുക തുടങ്ങിയ ശിക്ഷകൾ നടപ്പിലാക്കണം. ബോധവൽക്കരണം: ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും പൊതുജനങ്ങൾക്കും ഗതാഗത സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണം നൽകണം. ലൈസൻസ് വിതരണത്തിൽ ശുദ്ധീകരണം. അശാസ്ത്രീയമായ രീതിയിൽ ലൈസൻസ് നൽകുന്നത് അവസാനിപ്പിക്കണം. കർശനമായ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിർബന്ധമാക്കണം. CCTV നിരീക്ഷണം. പ്രധാന റോഡുകളിലും ജംഗ്ഷനുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നത് നിയമലംഘനങ്ങൾ തടയാൻ സഹായിക്കും. ബസ് ജീവനക്കാർക്ക് പരിശീലനം. ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും കൃത്യമായ ഇടവേളകളിൽ പുനർപരിശീലനം നൽകണം. സമയക്രമം പാലിക്കൽ. അശാസ്ത്രീയമായ സമയക്രമം ഒഴിവാക്കി ഡ്രൈവർമാർക്ക് അമിത സമ്മർദ്ദം നൽകാത്ത രീതിയിലുള്ള സമയക്രമം നടപ്പിലാക്കണം. പൊതുജന പങ്കാളിത്തം. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളെ അറിയിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകണം. സ്വകാര്യ ബസ്സുകളുടെ ഈ മരണപ്പാച്ചിൽ അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗതാഗത വകുപ്പും പോലീസും പൊതുജനങ്ങളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ സാമൂഹിക വിപത്തിന് അറുതി വരുത്താൻ സാധിക്കൂ. സുരക്ഷിതമായ യാത്ര എല്ലാവരുടെയും അവകാശമാണ്.